ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ നെയിൽ പോളിഷാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തുള്ള നെയിൽ പോളിഷിൻ്റെ ഒരു കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് എന്തെല്ലാം ഉണ്ട്, ഏതൊക്കെ കളക്ഷനിൽ ഏതൊക്കെ കളറെല്ലാം ഉണ്ടെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ കുറച്ച് നെയിലൊന്ന് വളർത്താൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടുള്ള കളിയാണ്. അപ്പം നമുക്ക് എൻ്റെ കളക്ഷൻ ഒന്ന് കാണാം. ഇതാണ് ആദ്യത്തേത്, സോവി കളർ ബെറി. ഇതിന് ഒരു 80 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള കളറ്. കുഴപ്പമില്ല, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ക്ലാസി ലുക്ക് ഉണ്ടല്ലേ. അടുത്തത് ഒരു റെഡ് കളറാണ്. ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഇത്. ഭയങ്കര അട്രാക്ഷനല്ലേ ഇത് ഇട്ടിട്ടാകുമ്പോൾ. ഇതിപ്പോൾ ഒന്നുമില്ല, ഇത് കുറച്ചായി വാങ്ങിയിട്ട്. പക്ഷേങ്കിൽ എപ്പോഴെങ്കിലല്ലേ ഇടാറുള്ളൂ. കാലിനും കൈക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇത് 2 വെറൈറ്റി കളേഴ്സാണ്, മഞ്ഞ, ഈ നീല കളർ. മഞ്ഞ ഇട്ടാൽ എന്താ പറയുക, ഞാൻ ഇട്ടിട്ട് നോക്കുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, സ്കിന്നിൻ്റെ കളർ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് റിമൂവ് ചെയ്തായിരുന്നു. ഇതും കൊള്ളാം, കുഴപ്പമുണ്ടായിരുന്നില്ല. ഡാസ്ലറിൻ്റെ സംഭവം നല്ലതാണ്. നെയിൽ പോളിഷ് ചെറിയ വിലയുള്ളൂ ഇതിന്. എത്രയാണ്, 25 അങ്ങനെയാണ് വാങ്ങിയത്. കുഴപ്പമില്ല, പക്ഷെ എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടായിട്ടില്ല. സ്കിന്നെന്ന് വെച്ചാൽ ചേരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടാറുണ്ട്. മാറ്റി വെക്കാം. ഇത് കുറച്ച് പഴയതാണ്, ഡാസ്ലറിൻ്റെത്. അതാണ് ഞാൻ എൻ്റെ കാലിനിട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ കളറാണ്. കുറച്ച് തിളക്കമാണ്, എന്താ പറയുക, ഗ്ലൈസ് ചെയ്യുന്ന കളറാണ്. നെയിൽ ഗ്ലിറ്ററിങ് എന്നാണ് പേര്. ഇതിന് ചെറിയ പൈസയേ ഉള്ളൂ. ചെറിയ പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു 25-30 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ വാങ്ങുമ്പോൾ. അതിൻ്റെ പഴകിയ അവസ്ഥ. അടുത്തത് പറഞ്ഞിട്ടുള്ളത് നെയിൽ കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടേതാണ്. സംഭവം കുഴപ്പമില്ല, എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ടാകുമ്പോൾ. ഞാനിപ്പം ഈ നെയിൽ പോളിഷ് ഇടുന്ന മുന്നേ ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. വില കുറഞ്ഞത് വാങ്ങിയെന്ന് അറിയാം. നമ്മൾ നെയിലാട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ, സാധാരണ ഇടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെയെല്ലാം മതിയല്ലേ. ചെറിയ വില തന്നെ, കുറച്ച് സ്ഥലമേ ഇടുന്നുള്ളൂ, വേഗം റിമൂവ് ചെയ്യാമല്ലോ. അടുത്തത് വരുന്നത് അൽക്കയുടേതാണ്, ഡെലക്സ് കോപ്പർ നെയിൽ ലസ്റ്റർ എന്നാണ്. ഇത് നല്ല അടിപൊളി കളറായിരുന്നു. ഏകദേശം ഈ ഷെയ്ഡിൻ്റെ ഒരു വെറൈറ്റി. പക്ഷേങ്കിൽ എനിക്കിതാണ് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയിട്ടത്. ഇട്ടിട്ടാകുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മൈ ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിൽ പോളിഷിൻ്റെ സെറ്റാണ്. ഇതിനും അങ്ങനെ ഒരു 30 രൂപ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങുന്ന സമയത്ത്. ഏകദേശം ഒരു എന്താ പറയുക, ബ്ലാക്കാണോ, ബ്ലാക്കല്ല എന്നാലും ഒരു ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഷെയ്ഡ്. ബ്ലാക്കല്ല, ബ്ലാക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒരു. പക്ഷെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ടാകുമ്പോൾ കാണാനായിട്ട്. പിന്നെ കുറേ എണ്ണം ഉള്ളത് കൊണ്ട് മാറ്റി മാറ്റി ഇട്ടാലോ. നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്, അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടാം. അപ്പം നമ്മൾ ഡ്രസ് കളറിൻ്റെ ഇതിനായിട്ട് ചെയ്യുന്ന ആൾക്കൊക്കെ സാധാരണ ഇങ്ങനത്തെ മതി. സാധാരണ സിമ്പിളായിട്ടുള്ള സാധനം മതി, ചെറിയ പൈസയുടെയൊക്കെ. അടുത്തത് വന്നിട്ട് ന്യൂയോർക്കിൻ്റെ നെയിൽ പോളിഷാണ്. ന്യൂയോർക്കിൽ നിന്ന് വാങ്ങിയതാണ് സംഭവം, അതായത് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനെങ്ങനെ 50 രൂപ എങ്ങനെ ഉണ്ട്. കുറച്ച് ക്വാളിറ്റിയിലേന് എന്തായാലും 50-80 ഒക്കെ ഉണ്ട് പൈസ. ഞാൻ ക്വാളിറ്റി കൂടിയെന്ന് പറയുമ്പോൾ 2-3 വാങ്ങിയിട്ടുള്ളൂ 80 രൂപയുടെയല്ലോ. അതിനും വലിയ പൈസ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നോക്കാറേയില്ല. അങ്ങനെ ബ്രാൻഡിൻ്റെ കൂടെ ഒന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. വാങ്ങണം, ഇടണം, റിമൂവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കളർ ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തതാണ്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. വാങ്ങി അത്ര ഇഷ്ടമായിട്ടില്ല. ടിപ്പ് ടോപ്പ് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമായില്ല. അതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഉള്ളത് ഇത് നീല കളറാണ്, ഐടെക്സിൻ്റെ ഡാസ്ലർ നെയിൽ ഗ്ലിറ്റേഴ്സ് എന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ടാകുമ്പോൾ കാണാൻ. കുഴപ്പമില്ലായിരുന്നു. ഇതൊന്നുമില്ല, ഇതിൻ്റെതിൽ കൂടുതൽ കളക്ഷൻസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ തീരെ ഉപയോഗിക്കാത്തതിൽ ഞാൻ അങ്ങ് മാറ്റി.
എന്താ പറയുക വേസ്റ്റ് ഇപ്പം ബോക്സ്. ഞാനൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് അക്സ ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.